ഇഷ്ടപ്പെട്ടു. അർജുന അശോകൻ എങ്ങനെയുണ്ടായിരുന്നു? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണത്. വർക്കൗട്ട് ആയിട്ടുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു അവര്. എല്ലാ ഓഡിയൻസിനും ഒരേപോലെ കാണാൻ നല്ലൊരു കുടുംബ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ നല്ല സസ്പെൻസ് ഇട്ട് നല്ല ഹൃദയസ്പർശിയായ നല്ല ടച്ചിങ് ടച്ച് ചെയ്ത കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ഈ മൂവിയിൽ. അഭിലാഷ് നന്നായിട്ടുണ്ട്. അതിൻ്റെ വിഷ്ണു നമ്മുടെ നന്നായി അത് മേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷിൻ്റെ ചിത്രരചന പാളയപ്പുറത്തിന് ശേഷം ചെയ്യുന്നൊരു ചിത്രമല്ലേ അഭിലാഷ്, നന്നായിട്ടുണ്ട്. സൂപ്പർ ഫിലിം, സൂപ്പർ. മോൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം എല്ലാവരും നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. ഞാൻ ഇഷ്ടപ്പെട്ടതാണ് കഥ. ഓക്കെ പറഞ്ഞത് അടിപൊളിയായിരുന്നു. അപ്പോൾ ആൾക്കാരെ കാണട്ടെ, കണ്ടിട്ട് റിവ്യൂ പറയട്ടെ. ഞാനായിട്ട് എങ്ങനെ പറയാം, തള്ളി പറിക്കുക. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ചത്തെന്തെങ്കിലും പറഞ്ഞോ? നിങ്ങള് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ലേ, അത് നോക്കി ഇതേപോലെ തന്നെ അവിടെ ഇട്ട് വെച്ചേക്കണം. നമ്മൾ കണ്ടൊന്ന് സ്പേസ് ഇട്ട് സംസാരിക്കും. അപ്പോൾ എല്ലാവരും കാണ്, പടം കണ്ട് അത് വിലയിരുത്തി അതിലൊരു പീസായിട്ട് പ്രോപ്പർ ഡയറക്റ്റ് പറയാറുണ്ട്. നല്ല രീതിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് രണ്ടാം ഭാഗം ഉണ്ടാവോ? വേറൊരു പാട്ടുണ്ടാവോ ഇനി? പാട്ട് അതേ മര്യാദക്ക് വളർത്തണം, എന്നിട്ടൊക്കെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ആലോചിക്കുക. പോട്ടെ, സ്പേസ് എല്ലാവരും മേക്കിംഗ് ഗംഭീരമാണ്. പിന്നെ ഒരു സീനുണ്ട്, അതാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഫാമിലി അർജുനേട്ട ഒരു നിമിഷത്തെ അങ്ങനെ കണ്ണു പറയിച്ചോ? കാണില്ലേ? കണ്ടിട്ട് നിങ്ങൾ പറയാം. ഇത്തരം പടമാണ് വിഷ്ണു ആദ്യമായി ചെയ്യുന്ന ഒരു പടമാണ്. പറയുന്നത് ഗംഭീരമായിട്ട് എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത്തരം പടമാണ്. അർജുനേട്ട എങ്ങനെ കരയിച്ചോ? നല്ല പടം. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകരായിരുന്നു കണ്ടപ്പോൾ? ഒരു സെക്കൻഡെങ്കിലും ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞായിട്ട് ഫീൽ ചെയ്യുന്നത്. പല സീനുകൾ കാണുമ്പോഴും ഒരമ്മ മകൻ കോമ്പോയിൽ ഇങ്ങനെ കാണുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? അർജുനൻ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹെവിയാണ്. അത്രയും സ്നേഹത്തോടെ ചെയ്യുന്ന സീനാണ്. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഞാനും ഇന്നാണ് കാണുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമായി. അഭിലാഷ് പിള്ളേരെ മറ്റൊരു ഹിറ്റിലേക്കല്ലേ? ത്രില്ലർ സീരീസ് കാണുന്ന പോലെ ഉടനീളം സെക്കൻഡ് എന്ത് സംഭവിക്കുന്നുണ്ടാക്കുന്ന ഒരു ആകാംക്ഷ ഈ സിനിമയിൽ ഉണർത്തുകയും പ്രേക്ഷകരോട് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു.